ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കക്കർച്ചി റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലും നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ കക്കർച്ചി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കക്കർച്ചി വേണം. നല്ല ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുള്ള കക്കർച്ചിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സവാളയും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഉണ്ടാകാൻ തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് തന്നെ കക്കർച്ചി ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പച്ചമുളകും പൊടികളായിട്ട് ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അത് വെന്തൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കൊരു ഉരുളെടുത്തിട്ട് അതിനകത്തൊരു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുള്ളിയും സവാളയും പിന്നെ കറിവേപ്പിലയും കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റിടാനായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് വഴണ്ടി വരുമ്പോൾ തന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ കുറേ പൊടികളിട്ടുണ്ട്. കുറച്ച് പൊടി ഇട്ടാൽ മതി. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ഇടുന്നത്. കുരുമുളക് പൊടി ഇട്ടാലാണ് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അതും നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് വേവിച്ചിട്ടുള്ള കക്കർച്ചിട്ട് നന്നായിട്ട് ഇളക്കി നല്ല റോസ്റ്റാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സിമ്പിൾ കക്കർച്ചി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറൊരു കറിയില്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് തിന്നാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴത്ത് കമൻറ്റ് പറയാൻ മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.